തിരുവമ്പാടി ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന നാടക സർഗോത്സവം 4ാം പതിപ്പിന് തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. സർഗോത്സവത്തിന്റെ ആദ്യ ദിനമായിരുന്ന വെള്ളിയാഴ്ച 3 നാടകങ്ങൾ അരങ്ങിലെത്തി. അവസാന ദിവസമായ ഞായറാഴ്ച പെണ്ണടൻ എന്ന പ്രശസ്ത നാടകത്തോടെ നാടക സർഗോത്സവത്തിന് തിരശ്ശീല വീഴും. വീണ്ടും ഒരു നാടകകാലം കൂടി വന്നെത്തിയ ആഹ്ലാദത്തിലാണ് തിരുവമ്പാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നാടകപ്രേമികൾ. തിരുവമ്പാടിയിലെ കലാ സാംസ്കാരിക പഠന കേന്ദ്രമായ ജനചേതനയാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലായി മുറ തെറ്റാതെ നടന്നുവരുന്ന ഈ നാടക സർഗോത്സവത്തിൻ്റെ സംഘാടകർ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അമേച്ചർ നാടകങ്ങൾ തിരുവമ്പാടിയിലെ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കുക എന്ന സംഘാടകരുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായി കേരളത്തിലെ പ്രശസ്ത അമേച്ചർ നാടക കൂട്ടായ്മകളുടെ 27ഓളം നാടകങ്ങളാണ് ഇതിനോടകം നാടക സർഗോത്സവത്തിൽ തിരുവമ്പാടിയിലെ അരങ്ങിലെത്തിയത്. ഇത്തവണയും 3 ദിവസങ്ങളിലായി 6 നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. KR ബാബു ഫെസ്റ്റിവൽ ഡയറക്ടറും ജോസ് മാത്യു, ഡോക്ടർ അബ്ബാസ് അലി എന്നിവർ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും ഡോക്ടർ ജെയിംസ് പോൾ ഡയറക്ടറുമായ ഒരു കൂട്ടം നാടക പ്രവർത്തകരും നാടകപ്രേമികളും അടങ്ങുന്ന വിപുലമായ കമ്മിറ്റിയാണ് ഒരു കുടിയേറ്റ ഗ്രാമപ്രദേശത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന നാടക സർഗോത്സവത്തിൻ്റെ അമരക്കാർ. പൊതുവേ നാടകങ്ങളും അതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും കുറവുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമ്മൾ ജനചേതന 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ട് പല തരത്തിലുള്ള സാംസ്കാരിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നാടകം ഒരു മുഖ്യ പ്രവർത്തന മേഖലയായിട്ട് എടുക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ആകർഷണം നാടകത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തെങ്കിൽ പോലും മറ്റ് സമാന്തരമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനചേതനയുടെ ഈ നാടക സർഗോത്സവത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. ചിത്രകലയും അതുപോലെ ചിത്രപ്രദർശനവും ഫോക്ലോർ സെമിനാറുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രതിബദ്ധതയുടെ കലയാണ് അമേച്ചർ നാടകവേദി. മറ്റ് നാടകങ്ങളിൽ നിന്ന്, കമേഴ്ഷ്യൽ നാടകങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ കുറേ കൂടെ ജൈവപരമായിട്ട് വീക്ഷിക്കുകയും സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങൾ മറ്റൊരു വളരെ സാമൂഹ്യമായി തന്നെ കാണുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അമേച്ചർ നാടകങ്ങളുടെ രീതി. ഇത്തവണ ആദ്യ ദിനമായ വെള്ളിയാഴ്ച 3 നാടകങ്ങളാണ് അരങ്ങേറിയത്. കോഴിക്കോട് ജനം നാടകവേദി അവതരിപ്പിച്ച പ്രശസ്ത നാടകകൃത്ത് തിരക്കഥാകൃത്തുമായ ജയപ്രകാശ് കുളൂർ രചനയും സംവിധാനവും നിർവഹിച്ച പ്രശസ്ത സിനിമാ നടൻ അപ്പുണ്ണി ശശി അഭിനയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഫെസ്റ്റിവലിലെ ആദ്യ നാടകം. പച്ചയും മഞ്ഞയും ചുവപ്പും ഉൾപ്പെട്ട് ഇങ്ങനെ പിടിക്കും മക്കൾ ഇങ്ങനെ പോകാൻ എനിക്ക് ഇമ്പത് അച്ഛൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ആ വീട്ട് രണ്ടാമതായി സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച മനോജ് നാരായണൻ സംവിധാനവും സുരേഷ് ബാബു ശ്രീസ്ത രചനയും നിർവഹിച്ച് സത്യൻ മുദ്രയും പ്രദീപ് മുദ്രയും അഭിനയിച്ച ഒരു കോഴിക്കോടൻ ഹൽവ എന്ന നാടകവും അരങ്ങേറി. വെള്ളിയാഴ്ച അവസാനത്തെ നാടകം ജനചേതന ഡ്രമാറ്റിക്സ് തിരുവമ്പാടിയുടെ ഡോക്ടർ ജെയിംസ് പോൾ രചനയും സംവിധാനവും നിർവഹിച്ച് കരീംദാസും വിനോദ് മിശ്രയും അഭിനയിച്ച വിപരീതം എന്ന നാടകമായിരുന്നു. രണ്ടാം ദിവസം രാവിലെ മുതൽ നടന്ന അഭിനയ പരിശീലന കളരിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിലെ മുൻ അധ്യാപകനും സംവിധായകനുമായ രാജു നരിപ്പറ്റയും ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ സെക്രട്ടറിയും നടിയും നാടകരചയിതാവുമായ ശ്രീജ ആറങ്ങോട്ടുകരയും നേതൃത്വം നൽകി.
നാടക സർഗോത്സവത്തിൻ്റെ 3-ാം ദിവസമായ ഞായറാഴ്ച കണ്ണൂർ സമർപ്പണ അവതരിപ്പിക്കുന്ന സുരേഷ് ബാബു ശ്രീസ്ത രചന നിർവഹിച്ച് പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ അഭിനയവും സംവിധാനവും നിർവഹിച്ച പെണ്ണടൻ എന്ന പ്രശസ്തമായ നാടകത്തോടെയാണ് നാടക സർഗോത്സവത്തിന് തിരശീല വീഴുക. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.